സ്ത്രീകളാണോ? ഇവക്ക് ഇത്രയും വയ്യാതിരുന്നിട്ട് അവളെ ഒന്ന് നോക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ. എന്തൊരു സ്വഭാവമാണ് നിങ്ങളുടെയൊക്കെ. സുധ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, കാര്യം കഴിഞ്ഞെങ്കിലേ സുധ പോകാൻ നോക്ക്. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഇവളെ വീണ്ടും കൊല്ലാക്കൊല ചെയ്യാനല്ലേ? ഈ വീട്ടില് പലതും നടക്കും, അതിലൊന്നും കേറി ഇടപെടാൻ നിൽക്കരുത്, കേട്ടല്ലോ? അങ്ങനെ അങ്ങോട്ട് ചോദിക്കമ്മ. ഇവരെന്തിനാ ഇവിടെ ഒന്നും ഇങ്ങനെ പ്രസംഗിക്കണത്? വക്കീലേ, വിളിച്ചോണ്ട് പോയേ. അങ്ങനെ ഇപ്പൊ മനസ്സില്ലെങ്കിലോ? ഇവളൊരൊറ്റ ഒരാൾ കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ നിങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാരും ഉണ്ടല്ലോ ജയിലിൽ കിടന്നേനെ. വക്കീലേ, നിങ്ങളുടെ കക്ഷിയല്ലേ, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ചെയ്ത കുറ്റം എന്താണെന്നും എന്തൊക്കെ ശിക്ഷ കിട്ടാൻ വകുപ്പുണ്ടെന്നും. നീ എന്തിനാണ് ഇവരോടൊക്കെ ക്ഷമിക്കുന്നത്? കുറച്ചു നാൾ ജയിലിൽ പോയി കിടക്കട്ടെ, എങ്കിലേ പഠിക്കുള്ളൂ. വേണ്ട ചേച്ചി, എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ എൻ്റെ കുട്ടികളുടെ അച്ഛനാ. പിന്നെ ഇവരെ ഞാൻ അമ്മേന്നാ വിളിക്കുന്നത്. പിന്നെ ഇവളുടെ കാര്യം പ്രകാശനെയും കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ. ഈ സെന്റിമെന്റ്സ് ആണ് നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. പക്ഷെ ആവണി, ഈ വീട്ടിൽ ഇനി നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാ ഞാൻ ക്ഷമിക്കില്ല. ആര് പറഞ്ഞാലും കേൾക്കത്തുമില്ല. ഞാൻ തന്നെ നേരിട്ട് വനിതാ സെല്ലിൽ കേസ് അങ്ങ് ഫയൽ ചെയ്യും. കുറച്ചു കാലം എല്ലാം അഴിയണട്ടെ എന്നങ്ങ് കരുതും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പോഴും ഒരു സംശയം ബാക്കി കാണും, കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന്. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, സേഫാണ്. ഇത് നിങ്ങൾക്ക് അത്ര സന്തോഷമുള്ള വാർത്തയൊന്നുമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞിനോടും എന്നോടും ഇത്രയും പകയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വയ്യാതെ കിടന്നപ്പോൾ പോലും ഒരു തുള്ളി വെള്ളം തരാത്ത, ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പോലും തോന്നാത്ത നിങ്ങളുടെയൊക്കെ മനസ്സ് കരിങ്കല്ലാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ തന്നെ കരുതിക്കോ. നിന്റെ വനിതാ സെല്ലല്ല, പോലീസും പട്ടാളം വന്നാലും ഞാൻ ഉറപ്പിച്ച് പറയാം, ഇപ്പോ ഇത് അഞ്ജുവിന് അറിയാതെ പറ്റിയതാ. ഇനി അറിഞ്ഞോണ്ട് പറ്റും.